കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് സമയമില്ല. ഇനി അഥവാ സമയം ഉണ്ടെങ്കിൽ തന്നെ കേൾക്കാൻ താല്പര്യമില്ല. ദേവി നിക്ക്. സോഷ്യൽ മീഡിയ കണ്ടതൊക്കെ നീ അങ്ങ് വിശ്വസിക്കുകയാണോ? സോഷ്യൽ മീഡിയ കണ്ടത് വിശ്വസിക്കുന്നില്ല, പക്ഷെ കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാലോ. ഇസബെല്ല നന്ദുവിന്റെ മേൽ അനാവശ്യ സ്വാതന്ത്ര്യം എടുക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ കണ്ടതാ. ദേവി ഞാൻ വേണ്ട, ഇക്കാര്യത്തിൽ ഇനി വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ക്യാരക്ടറിനെ നീ സംശയിക്കണോ? നന്ദുന്റെ സ്വഭാവത്തില് എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ ഇസബെല്ലയുടെ ക്യാരക്ടർ സ്ട്രെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴല്ല, പണ്ട് മുതലേ. ഒക്കെ നിന്റെ തോന്നലും തെറ്റിദ്ധാരണയാ ദേവി. ഒരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ മേൽ വെറുതെ ഒരു സംശയവും തെറ്റിദ്ധാരണയും തോന്നില്ല നന്ദു. പഴയൊരു ചൊല്ലുണ്ടല്ലോ, തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന്. അത് ശരി, ഞാൻ ഒരു കുഴപ്പക്കാരനാന്ന് നീ അങ്ങ് ഉറപ്പിച്ചല്ലേ? നന്ദു കുഴപ്പക്കാരനാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവള് കുഴപ്പക്കാരിയാ. അത് നന്ദുവിന് വ്യക്തമായിട്ട് അറിയാം. ഇല്ലേ? അറിയില്ലേ? ഞാൻ ഒരു ഫ്രണ്ടായിട്ട് മാത്രം അവളെ കാണുന്നത്. പക്ഷെ അവള് നന്ദുവിനെ ആ കണ്ണോടെ അല്ല കാണുന്നേ. കോളേജ് പഠിക്കുമ്പോ നന്ദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ഇസബല്ലേ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇല്ലേ? ഇപ്പൊ ആ പഴയ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ ദേഹത്ത് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അന്ന് ഋഷിയുടെ പ്രേതത്തെ കണ്ട് നന്ദു ഭയന്ന രാത്രിയില് അവള് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചേ? അതൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? നന്ദുവിനെ താങ്ങി പിടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി പരിചരിച്ചു, ആശ്വസിപ്പിച്ചു, ഒക്കെ എന്നെ കാണിക്കാൻ വേണ്ടിട്ടാ. ഇന്നലെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സത്യത്തിൽ നീ കരുതുന്ന പോലെ ഇതൊക്കെ മറ്റേതെങ്കിലും ഭാര്യമാർക്കൊക്കെ സഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. ഭർത്താവ് ബോധമില്ലാത്ത നിലയിൽ കുടിച്ചിട്ട് വരുന്നത് തന്നെ ഒരു പെണ്ണിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ വെള്ളം അടിച്ച് മറ്റൊരു പെണ്ണിനൊപ്പം കയറി വന്നാലോ? മദ്യപിച്ചത് ന്യായീകരിക്കാൻ വേണ്ടി മരണപ്പെട്ടോന്ന് ഒരു ഉറപ്പില്ലാത്ത ഋഷിയെ കണ്ടെന്നൊക്കെ ചുമ്മാ കള്ളക്കഥ ഉണ്ടാക്കിയതായിട്ടാ എനിക്കിപ്പോ തോന്നുന്നേ. നിന്റെ മാനസിക നില എത്രയും പെട്ടെന്ന് ഒന്ന് പരിശോധിക്കണം. ആ, അത് വേണം. നന്ദു പറഞ്ഞില്ലെങ്കിലും ഒരു ഡോക്ടർ കാണാൻ ഉറപ്പിച്ച് തന്നെയാ ഞാൻ ഇരിക്കുന്നേ. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ മുഴുവൻ ഭ്രാന്ത് വരും.